ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഒഴിച്ചുകറി റെസിപ്പി നോക്കിയാലോ. വെണ്ടയ്ക്കായും കിഴങ്ങും തക്കാളിക്കായും ഒക്കെ ഇട്ടുള്ള ഒരു ഒഴിച്ചുകറി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് ഇത്. എൻ്റെ അമ്മയുടെ ഒരു സീക്രട്ട് റെസിപ്പിയാണ്. ഈ രീതിയിൽ വെണ്ടയ്ക്ക തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക തീരെ ചെറുതായി പോകരുത്, ഈ ഒരു പരുവത്തിന് വേണം അരിഞ്ഞെടുക്കാൻ. ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയുടെ പശപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ വെണ്ടയ്ക്ക ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഈ ഒരു പരുവമായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള പച്ചമുളക്, പൊട്ടറ്റോ അതും ഒരു മീഡിയം കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് വഴകാനായിട്ട് വെക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാമെങ്കിൽ പൊട്ടറ്റോയ്ക്ക് വേവുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളം ചേർക്കരുത്, ആവിയിൽ തന്നെ വേകണം. ഈ സമയത്ത് 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഓൾറെഡി ഒന്ന് വെന്ത് വരും. ആ സമയത്തേക്ക് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ വെക്കാം. അരപ്പ് തയ്യാറാക്കാനായി തേങ്ങ, പെരുംജീരകം, മല്ലിപ്പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ കറിക്ക് മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇത് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ആഡ് ചെയ്ത് നമുക്കെടുക്കാം. ഇത് ഒരുപാടങ്ങ് നീണ്ടും പോകരുത്, എന്നാൽ ഒരുപാട് കുറുകിയും പോകാത്ത രൂപത്തിൽ നമുക്കിത് എടുക്കണം. തിളയ്ക്കരുത്. തിളച്ച് കഴിയുമ്പോൾ ഓൾറെഡി തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് ഇത് പിരിഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ കറുക് എടുത്തിട്ടാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കും. താങ്ക് യു.